വാർത്തയിലേക്ക് സ്വാഗതം. മേലാറ്റൂരിൽ പട്ടാപ്പകൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന വീട്ടമ്മയെ ആക്രമിച്ച് 2.5 പവൻ വരുന്ന സ്വർണ്ണമാല കവർന്നു. മേലാറ്റൂർ എടയാറ്റൂർ നെടുങ്ങാമ്പാറയിൽ ചെട്ടിയന്തൊടി മുഹമ്മദിന്റെ ഭാര്യ മറിയയെയാണ് ആക്രമിച്ച് മാല കവർന്നത്. തിരൂർ തൃക്കണ്ടിയൂരിലെ ആധാരം എഴുത്തുകാരനായ വെളിയമ്പാട് ശിവശങ്കരൻ നായരുടെ അടച്ചിട്ട തറവാട്ടു വീട്ടിൽ നിന്ന് 4.5 ലക്ഷം രൂപ കവർന്നു. വീടിനോട് ചേർന്ന തറവാട് വീടിന്റെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ച പണമാണ് കവർന്നത്. തിരൂർക്കാട് ആനക്കയം റോഡിൽ പരിഹാരമില്ലാതെ ദുരിതയാത്ര. നിത്യേന അപകടങ്ങൾ പതിവായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല. കുഴിയിൽ വീണുണ്ടായ അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരിലേറെയും ഇരുചക്രവാഹന യാത്രക്കാരാണ്. കാളികാവ് അടയ്ക്കാക്കുണ്ടിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പ്രദേശത്തെത്തിയ പുലി കഴിഞ്ഞ ദിവസം വളർത്തുനായയെ കടിച്ചുകൊണ്ടുപോയി. തെന്നാടൻ സുധീഷിന്റെ 2 വയസ്സുള്ള വളർത്തുനായയാണ് കാണാതായത്. മരുതയിലും മണിമൂടിയിലും ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മരുത മദ്ദളപ്പാറയിലെ പള്ളിയാളി കുട്ടിയാപ്പു, നടുപ്പൊട്ടി മുഹമ്മദ് എന്നിവരുടെ കൃഷിയിടത്തിലെ കുലച്ച വാഴകളാണ് നശിപ്പിച്ചത്. ആനക്കയം പെരിമ്പലം പടിഞ്ഞാറേത്തല ചിറക്കൽ ഭാഗത്ത് തോടിനരികിലൂടെയുള്ള തകർന്ന നടപ്പാത നവീകരിച്ചു മാതൃകയായിരിക്കുകയാണ് ജനകീയ കൂട്ടായ്മ. പെരിമ്പലം പടിഞ്ഞാറേത്തലയിൽ നിന്ന് ഇരുമ്പുഴി ഹൈസ്കൂൾ പടിയിലേക്കുള്ള നടപ്പാതയിലെ തോടിന്റെ ചിറയുടെ ഭാഗത്ത് കുഴികൾ മൂടിയും കിടങ്ങുകൾ നികത്തിയും തോടിന് കുറുകെയുള്ള ഇടുങ്ങിയ പാലത്തിന് കൈവരി സ്ഥാപിച്ചുമാണ് നാട്ടുകാർ സുരക്ഷിതമായ വഴിയൊരുക്കിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ജില്ലയിൽ എക്സൈസിന്റെ പരിശോധന. ലഹരി, മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ കടത്ത്, വിൽപ്പന എന്നിവ തടയാൻ മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡുമായി ചേർന്ന് മലപ്പുറം ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി. തീർത്തും തകർന്നടിഞ്ഞ് അപകട ഭീഷണിയായ കൊണ്ടോട്ടിയിലെ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ബൈപ്പാസ് റോഡ് പുനരുദ്ധരിക്കാൻ നടപടിയാവുന്നു. റോഡിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്താൻ ദേശീയപാത കേന്ദ്ര അതോറിറ്റിക്ക് 22.98 ലക്ഷം രൂപ അനുവദിച്ചതായി TV ഇബ്രാഹിം MLA അറിയിച്ചു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.